അതെ. ഓക്കെ. ഞാൻ മാം പറഞ്ഞു എന്തെങ്കിലും കേട്ടിരുന്നോ? ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ട്. പ്രശ്നമില്ല. ലാഗ് മാം വന്നിരുന്നല്ലേ? ഓക്കെ ഓക്കെ, സോറി. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തന്നെ ഇത്രേ ഉള്ളൂ. ഞാൻ ഈ ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് കടന്നു വന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞ അമ്മേനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി കടന്നു വന്ന് ലാസ്റ്റ് ബിസിനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ ഓരോ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ സന്ധ്യ മാഡത്തിന്റെ മകളായതുകൊണ്ട് എനിക്ക് ഫ്രീ എൻട്രി ആയിരിക്കും. അപ്പം ആ എൻട്രിയിൽ പോയിട്ട് പ്രോഗ്രാമിൽ ഏറ്റവും ബാക്കിൽ ഇരുന്ന് ഇതെന്താണെന്നൊക്കെ ഒന്ന് കേട്ട് ആ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ ശ്രീജിത്ത് സർ, പ്രസാദ് സർ, പ്രിയ സർ, ഇവരുടെയൊക്കെ സെക്ഷനാണ് ഞാൻ കേട്ടോണ്ടിരുന്നത്. ചെറിയ ആൾക്കാരുടെ ഒന്നല്ല, വലിയ ആൾക്കാരുടെ സെക്ഷൻ തന്നെ കേട്ടോണ്ടിരുന്നത്. കേട്ട് അവസാനം ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കി. പ്രോഗ്രാമിനെ കുറിച്ചല്ല, ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കി. ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കിയ സമയത്ത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക. ആ സമയത്ത് എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു, ബിസിനസ് അത്യാവശ്യം നല്ലതാണ്, ഇതിൽ ചെയ്താൽ വിജയിക്കാൻ പറ്റും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം എന്റെ അമ്മ തിരഞ്ഞെടുക്കുന്ന ഒന്നും ഇതുവരെ മോശമായി പോയിട്ടില്ല. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബിസിനസിനെ കുറിച്ച് പഠിച്ചു. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു ID രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അത് കഴിഞ്ഞ് പഠിച്ചത്. പക്ഷെ കോഴ്സ് പഠിക്കുന്ന സമയത്തും എനിക്കറിയാം ഞാൻ കോഴ്സ് പഠിച്ച് ഞാൻ ആ ജോലിക്ക് ആയിരിക്കില്ല പോവാൻ, ഞാൻ ബിസിനസ് ആയിരിക്കും ചെയ്യാന്നുള്ള ഫുൾ കോൺഫിഡൻസോട് കൂടി തന്നെ ഞാൻ ആ കോഴ്സ് പഠിച്ചത്. അങ്ങനെ കോഴ്സ് കഴിയുന്ന ഏകദേശം ആ ഒരു സമയത്താണ് ഞാൻ നമ്മുടെ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. അത് അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനിനി ഏത് മേഖല പഠിച്ച് ഏത് ജോലി നേടി എന്ന് പറഞ്ഞാലും എനിക്കൊരു സ്വപ്നമുണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട്. അതൊന്നും എനിക്ക് ഞാൻ വിചാരിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നൊരു ബോധ്യം എനിക്ക് വന്നു. അതേസമയം നമ്മുടെ ഈ ബിസിനസ്സിന് ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു അതെനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കിയ സമയത്ത് കോഴ്സ് കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഈ 1.5 വർഷമായിട്ട് ഞാൻ ഫുൾ ടൈം കരിയർ ആയിട്ട് ബിസിനസ് ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ്. തുടക്കത്തിൽ എന്നെ സംബന്ധിച്ച് ഇതത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. പലരും ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കൂടെ തന്നെ ഒരു വലിയ ലീഡർ ഉണ്ടല്ലോ, സന്ധ്യ മാഡം ഉണ്ടല്ലോ, അപ്പൊ മാഡത്തിന്റെ കൂടെ ആയതുകൊണ്ട് ഈസി ആയിരിക്കും കാര്യങ്ങൾ എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. കാരണം തുടക്കത്തിൽ നമുക്കറിയാലേ, ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇവിടെ എന്നോടൊപ്പം 313 ആളുകളുണ്ട്. ഒരുപക്ഷെ ഈ ആളുകളുള്ളിൽ പോലും പലരും ചിന്തിക്കുന്നുണ്ട് കാര്യമാണ്, തുടക്കത്തിൽ നമുക്ക് കുറെ പ്രോഡക്റ്റ് വന്നിട്ട് റീറ്റെയിൽ ചെയ്യാൻ പറയും. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം റീറ്റെയിൽ ചെയ്യാന്നുള്ളതാണ്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ കുട്ടനാട് ജീവിച്ച വ്യക്തിയാണ്, അധികം ആൾക്കാരെ കണ്ടു പരിചയമില്ല, ആൾക്കാരോട് സംസാരിച്ച് പരിചയമില്ല. അതിനെ സംബന്ധിച്ച് കുറച്ച് പ്രോഡക്റ്റ് വന്നിട്ട് പുതിയ ആളുകളിലേക്കൊക്കെ പോയി റീറ്റെയിൽ ചെയ്യാന്ന് പറയുമ്പം തുടക്കത്തിൽ എന്റെ കയ്യും കാലും ഒക്കെ വരച്ചിട്ടുള്ള ഒരു പരിപാടി. കാരണം എനിക്ക് സംസാരിച്ച എക്സ്പീരിയൻസ് ഇല്ല. ഒന്നാമത്തെ കാര്യം, പോകുന്ന സമയത്ത് അറിയാത്ത സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. പോകുന്നിടത്ത് നിന്നൊക്കെ റിജക്ഷനാ. നോ 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 നോ, റിജക്ഷനോട് റിജക്ഷൻ. കാരണം നമുക്ക് പ്രൊഡക്റ്റ് എന്താണെന്ന് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കാനുള്ള കപ്പാസിറ്റി ആ സമയത്തില്ല. നമ്മളെല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ അല്ലെ. കൊടുക്കുന്ന സമയത്ത് എല്ലാവരും റിജക്ട് ചെയ്യും. പിന്നെ പോകുന്ന പല സ്ഥലത്തു നിന്നും തുടക്കത്തിൽ ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. കാരണം പോകുന്നിടത്തു നിന്നൊക്കെ ഡോറൊക്കെ കൊട്ടി അടച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട എന്നുള്ള പറഞ്ഞിട്ട് ഡോറൊക്കെ കൊട്ടി അടച്ചിട്ടുണ്ട്. പിന്നെ ചോദിക്കും, ചെറിയ പ്രായമല്ലേ, നീ എന്തിനാ ഈ ബാഗും തൂക്കി പ്രൊഡക്റ്റും കൊണ്ട് ഇറങ്ങുന്നത്, നിനക്ക് വേറെ പണിയില്ലേ, പോയി പഠിച്ച് വല്ല നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നുള്ള ഉപദേശങ്ങൾ കേൾക്കാം, കുറ്റപ്പെടുത്തലുകൾ കേൾക്കാം. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇത് എന്നെ കൊണ്ടാവുന്ന ഒരു പരിപാടിയല്ല. ഇതൊക്കെ ലീഡേഴ്സിനാവുമായിരിക്കും, ടീം ഉണ്ടാക്കാനാവുമായിരിക്കും, വർക്ക് ചെയ്യാം. പക്ഷെ എന്നെ കൊണ്ടാവുന്ന ഒരു പരിപാടിയേ അല്ല എന്ന് വിചാരിച്ച് അത്യാവശ്യം നെഗറ്റീവായ സമയത്താണ് എന്റെ ലീഡേഴ്സുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചത്. ലീഡേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞു, നീ പഠിക്കേ, നീ ഇതൊരു ബിസിനസ് ആയിട്ട് ചെയ്യല്ലേ, നീ പഠിക്കാൻ തയ്യാറ്. നീ ഇപ്പൊ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ, നീ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളൊരു ഡോക്ടർ ആവാൻ പഠിക്കുകയാണെങ്കിൽ നമ്മൾ 5 വർഷം ആ കോഴ്സിന് വേണ്ടി മാറ്റി വെക്കില്ലേ. നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല, അറിവ് കിട്ടുന്നുണ്ട്. ആ 5 വർഷത്തിന് ശേഷമാണ് നമുക്ക് കിട്ടിയ അറിവിൽ നിന്ന് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ നീ പഠിക്കാൻ തയ്യാറാവ്. നീ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്ക്, നമ്മുടെ ബിസിനസ് എന്താണെന്ന് പഠിക്ക്. പഠിക്കുന്ന സമയമാണ്, നീ പഠിക്കുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും കിട്ടി അത് ബോണസ് ആയിട്ട് നീ കാണ് എന്നാ എന്റെ ലീഡർ എന്നോട് പറഞ്ഞത്. ശരി, ഞാൻ പഠിച്ചു. ഞാൻ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിച്ചു. പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു.
അങ്ങനെ പഠിച്ച സമയത്ത് എനിക്ക് ഫീൽഡിലേക്ക് പോകുമ്പോൾ ആദ്യം ഞാൻ കേട്ടിട്ടുള്ള റിജക്ഷൻ ഒക്കെ എനിക്ക് മാറി മാറി തുടങ്ങി. കാരണം നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാണ്. നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളവര് നമ്മളാ പ്രൊഡക്റ്റ് വിൽക്കാൻ ചെല്ലുന്ന ഒരാളായിട്ടാ കാണുന്നത്. നമ്മള് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൊണ്ട് ആ പ്രൊഡക്റ്റ് എടുപ്പിക്കണം എന്നൊരു ആഗ്രഹത്തോട്, അല്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ ലക്ഷ്യം റീറ്റെയിലിന് പോകുന്ന സമയത്ത് അല്ലെ. അങ്ങനെ നിങ്ങൾ പോയോ? നടക്കത്തില്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാം. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ആ പ്രൊഡക്റ്റിന് ആവശ്യക്കാരാക്കി എനിക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എന്റെ സ്വന്തം എക്സ്പീരിയൻസിലാണ് പറഞ്ഞത്. ഇപ്പം വെൽഹാർട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാണ്, കൊറോണ വന്നില്ലേ, എന്തുകൊണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, പ്രതിരോധശേഷി ഇല്ല. ഇന്ന് 30 വയസ്സിന് ശേഷമുള്ളവര് ഹാർട്ട് അറ്റാക്ക് വരുന്നില്ലേ, പണ്ട് അങ്ങനെ ആയിരുന്നോ? ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് വലിയ എന്തോ വലിയ പൈസക്കാർക്ക് വരുന്ന ഒരു സംഭവ. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഏതൊരു സാധാരണക്കാരനും വരുന്നുണ്ട്. പറഞ്ഞു കൊടുക്ക്, ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട സംരക്ഷണം നൽകും. പറഞ്ഞു കൊടുക്ക്. അടുത്ത സെക്കൻഡ് അവർ നമ്മുടെ നിന്ന് മേടിക്കും. അതേസമയം നമ്മൾ പറയണേ, സാറേ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങളിത് മേടിച്ച് ഉപയോഗിച്ച് നോക്കൂ എന്ന് പറ. റിജക്ട് ചെയ്യൂ. പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യകതയും പറയും. നമ്മളിന്ന് പ്രൊഡക്റ്റ് മേടിക്കും. അതെനിക്ക് മനസ്സിലായ സമയം തൊട്ട് ഞാൻ റീറ്റോടെ ചെയ്യാൻ തുടങ്ങി. കാരണം തുടക്കത്തിൽ വിചാരിച്ചത് ഇതെന്താണ്, പ്രൊഡക്റ്റ് വിൽക്കുക, പൈസ ഉണ്ടാക്കുക, ഈ ചിന്തയായിരുന്നു എനിക്കും. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഈ പ്രൊഡക്റ്റ് വിറ്റ് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോലിക്ക് പോകുന്ന പോലെ തന്നെയാ. കാരണം നമ്മൾ എന്ന് ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റാതെ വരുന്നോ അന്ന് നമ്മുടെ വരുമാനം നിൽക്കും. പക്ഷെ അത് മാറണമെങ്കിൽ നമ്മളിവിടെ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണം. ഈ ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചതും ഇതേപോലെയുള്ള ഫീൽഡ് എക്സ്പീരിയൻസ് ആണ്. തുടക്കത്തിൽ പോകുമ്പോൾ റിജക്ഷൻ, പ്രൊഡക്റ്റ് കൊടുക്കാൻ പോകുമ്പോൾ റിജക്ഷൻ. തുടക്കത്തിൽ 1 to 1 കൊടുത്തിട്ടുണ്ട്. പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് റിജക്ഷൻ. നിങ്ങൾക്കും അറിയാം, ഇന്നിവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാരും പ്ലാൻ പ്രസന്റ് ചെയ്യുന്നവരായിരിക്കാം. ഈ ബിസിനസിനെ കുറിച്ച് കിട്ടിയ ആവശ്യത്തിന് പലരോടും പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ആ സമയത്തൊക്കെ റിജക്ഷൻ തന്നെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട് റിജക്ഷൻ. കൂടുതലും എന്റെ ഫ്രണ്ട്സിൽ നിന്ന്, ഫ്രണ്ട്സിന്റെ ഫാമിലി, അങ്ങനെ എനിക്കറിയുന്ന ആളുകളിൽ നിന്നൊക്കെ റിജക്ഷൻ കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട്. പക്ഷെ തുടക്കത്തിൽ അന്നേരം ഞാൻ ചിന്തിക്കും, ഇത് എന്താണ് മിസ്റ്റേക്ക്, ഞാൻ പറയുന്ന നല്ലൊരു അവസരമല്ലേ, പിന്നെ ഈ ആളുകളൊക്കെ എന്താ ഇത് കേൾക്കാത്തത്, ഇങ്ങനെ റിജക്ട് ചെയ്യുന്ന എന്താ. ഇന്നിപ്പോ ഒരു 500 റുപ്യ കിട്ടുമെന്ന് പറഞ്ഞാൽ ആളുകൾ ജോലിക്ക് പോകും. പിന്നെ ഞാൻ ഈ 2,10,000 ബിസിനസ് ആണ്, ആഴ്ചക്ക് ഇത്രയും വലിയ വരുമാനം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ എന്തുകൊണ്ട് റിജക്ട് ചെയ്യുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ലീഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവരെന്നോട് പറഞ്ഞ അതേ കാര്യം തന്നെ. നീ ഒരു 5 പേരോട് ബിസിനസ് പറയുന്നുണ്ടെങ്കിൽ 5 പേരും ബിസിനസ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ വിട്. നീ ബിസിനസ് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. അവർക്ക് മനസ്സിലാക്കി അവർ ചെയ്യുന്നത് ചെയ്യട്ടെ. നീ പഠിക്ക്, എങ്ങനെ പറയണോന്ന് പഠിക്ക്. പഠിച്ചു, ബിസിനസ് എങ്ങനെ പറയണോന്ന് പഠിച്ചു. പഠിച്ച സമയത്ത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും റിജക്ഷൻ. ഞാൻ പറയാം, എന്റെ ഫാമിലി അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഇവരൊക്കെ റിജക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കി എന്തുകൊണ്ട് റിജക്ഷൻ വരുന്നു. നമ്മൾ പറയുന്ന എന്ത് കാര്യമാണ് അവർക്ക് മനസ്സിലാവാത്തത്. നമുക്കൊരു കാര്യം ഒരാൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ ഞാൻ പറയുന്ന എന്ത് കാര്യമാണ് അവർക്ക് മനസ്സിലാവാത്തതെന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ ഇതിനെ എങ്ങനെ പറയണമെന്ന് മനസ്സിലാക്കി. പറഞ്ഞ സമയത്ത് എനിക്ക് കിട്ടിയ റിജക്ഷൻ ഒക്കെ മാറി മാറി അത് യെസ് പറയാൻ തുടങ്ങി. അങ്ങനെ റിജക്ഷൻസിനെ യെസ് ആക്കി മാറ്റാൻ എന്നെ കൊണ്ട് സാധിച്ചു. അത് ഞാനിത് പഠിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഫീൽഡിൽ പോകുന്ന സമയത്ത്, പ്രൊഡക്റ്റ് വിൽക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കല്ലേ പ്രൊഡക്റ്റ് വിൽക്കാൻ പോകുന്നത്, റീറ്റെയിൽ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചിന്തിക്കേ പാടില്ല. മാനേജ്മെന്റ് ആണ് പ്രൊഡക്റ്റ് വിൽക്കുക എന്ന് പറഞ്ഞാല്. ഫീൽഡിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വ്യക്തികളെ കാണാം. പല തരത്തിലുള്ള, പല സ്വഭാവമുള്ള, പല രീതി പെരുമാറുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിനെയൊക്കെ യെസ് ആക്കി മാറ്റാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് കിട്ടും. മനുഷ്യനെ മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. അതാണ് റീറ്റെയിൽ എന്നല്ല ശരിക്കും പറയേണ്ടത്, മാനേജ്മെന്റ് എന്നാ ശരിക്കും പറയേണ്ടത്. അങ്ങനെ മാനേജ്മെന്റിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുത്തു. ടീം എന്ന് പറയുമ്പം എന്റെ സുഹൃത്തോ എന്റെ പരിചയക്കാരോ അല്ല. ഞാൻ ടീമിനെ ഉണ്ടാക്കിയെടുത്തത് യാദൃശ്ചികമായി കണ്ടുമുട്ടിയ ആളുകളിലൂടെയാണ്. ഇവിടെ ചൂട് സമയത്ത് നമുക്കറിയാലേ, വഴിയോരത്ത് ഈ ജ്യൂസുകളൊക്കെ ഉണ്ടാവും. കരിമ്പിൻ ജ്യൂസ്, അതേപോലെ ഐസ്ക്രീം, അങ്ങനെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു വെയിലത്ത് വർക്കൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാനൊരു ചെറിയൊരു ചേച്ചി, അത്ര കാണാൻ ചെറിയൊരു ചേച്ചിയാണ്. ചേച്ചി ഒരു കരിമ്പ് ജ്യൂസ് ഒക്കെ ഉണ്ട്, മറ്റേ ഈ മുന്തിരിന്റെ ജ്യൂസ് ഒക്കെ വെക്കുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചിനെ കണ്ടു. ജ്യൂസ് കുടിക്കാൻ കയറിയതാണ്. ജ്യൂസ് കുടിക്കാൻ കയറിയ സമയത്ത് ചേച്ചിനെ പരിചയപ്പെട്ടു. അടുത്ത ദിവസം വന്നു. അതുവഴിയാണ് എനിക്ക് സ്ഥിരം പോകേണ്ടത്. ജ്യൂസ് കുടിക്കാൻ കയറി. 2 ആഴ്ച ജ്യൂസ് കുടിച്ച് നടന്നു. പിന്നെ ജ്യൂസ് കുടിച്ച് ചേച്ചിയായിട്ട് പരിചയമായി. ഇന്ന് ആ ചേച്ചി എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. വേറൊരു വ്യക്തി വടകരയില്
വർക്കിന് പോയ സമയത്ത് ഞാനൊരു കമ്മൽ മേടിക്കാൻ ഫാൻസി ഷോപ്പിൽ കയറിയതാ. ഇന്ന് ആ വ്യക്തി എൻ്റെ കൂടെ വർക്ക് ചെയ്യാണ്. അങ്ങനെ ഞാൻ പരിചയപ്പെട്ടതോ അല്ലെ എൻ്റെ കൂടെ ബിസിനസ്സിൽ വന്നിട്ടുള്ളതോ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നും എൻ്റെ മുൻപരിചയത്തിലുള്ള ആളുകളല്ല. ഞാൻ ഇത്തരത്തിൽ ഫീൽഡിൽ പോകുന്ന സമയത്ത് പരിചയപ്പെട്ട് ഇന്ന് എൻ്റെ കൂടെ വന്നിട്ടുള്ളവരാണ്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഫീൽഡ് വർക്കിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഈ സമയത്ത് നമുക്ക് ടീമിനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇന്ന് നല്ലൊരു ടീമിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തുടക്കത്തിൽ ഇന്നിപ്പോ 1.5 വർഷമായി ഞാൻ തുടക്കത്തിൽ തന്നെ ബിസിനസ് ചെയ്ത് 4 മാസം കൊണ്ട് നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ് റാങ്ക് ആയിട്ടുള്ള ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്താൻ സാധിച്ചു. അവിടെ നിന്ന് 4 മാസം കൊണ്ട് എനിക്ക് ഏരിയ ടീം കോർഡിനേറ്റർ ആയി. അടുത്ത 2 മാസം കൊണ്ട് ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആയി. ഇന്നിപ്പം ZDC ടച്ചിങ്ങിൽ നിൽക്കുകയാണ്. അപ്പം എനിക്ക് ഇങ്ങനൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളോട് സംസാരിക്കാൻ, ഇന്നിപ്പം എൻ്റെ മുന്നിൽ 300-ലധികം ആളുകളുണ്ട്. ഈ ആളുകളോടൊക്കെ സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ പോലും എനിക്കറിയില്ല. അത് എന്നെ മാറ്റിയെടുത്തല്ലേ എനിക്ക് ഇങ്ങനൊരു കോൺഫിഡൻസ് തന്നിട്ടുള്ളത് ഇന്ന് ഈ കമ്പനിയാണ്. ഈ കമ്പനിയിൽ നമ്മുടെ ലീഡേഴ്സ് ആണ്. തുടക്കത്തില് ഞാൻ വന്ന സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു ആശങ്ക എന്ന് പറയുന്നത്, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ പേര് ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ വരുന്നവരൊന്നും നിലനിൽക്കുന്നില്ല. കുറെ പേര് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊഴിഞ്ഞു പോവാണ് അല്ലെ? അതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആശങ്ക. കാരണം ഇവര് പറയുന്നുണ്ട് ബിസിനസ് ആണ്, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. അപ്പം എന്തുകൊണ്ട് വരുന്ന ആളുകൾ കുറച്ച് കഴിഞ്ഞ് പോകുന്നു എന്നുള്ള ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിക്കാൻ തയ്യാറായപ്പോ എനിക്ക് മനസ്സിലായ ഒരു കേസ്, ഇപ്പൊ നമുക്കൊരു സ്വപ്നം ഉണ്ട്, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് അറ്റം വരെ പോയിട്ട് നമ്മളത് നേടിയെടുക്കും അല്ലെ? അങ്ങനെയാണ് ഇന്ന് പല ആൾക്കാരും ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഈ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങൾക്കും മുകളിലേക്ക് നമ്മൾ കേൾക്കുന്ന കുറെ നോ ഉണ്ട്, റിജക്ഷൻ ഉണ്ട്. അതെപ്പോ വളരുന്നോ അല്ലെ അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നം എപ്പോ വളരുന്നോ അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, കോൺഫിഡൻസ് പോകുന്നത്. അതേസമയം നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആഗ്രഹം ഉണ്ടോ, നിങ്ങൾ വിജയിക്കും, തീർച്ചയായിട്ടും വിജയിക്കും. നമുക്ക് കേൾക്കുന്ന നോ ഒന്നും നമ്മൾ തലയിലേക്ക് എടുക്കില്ല. കാരണം നോ കേൾക്കും. നോ കേൾക്കാതെ നമുക്ക് ഒരു മേഖലയിലും പോകാൻ പറ്റൂല. ഇന്നിപ്പോ ഈ ബിസിനസ് എന്നല്ല, നിങ്ങൾ ഏത് ഫീൽഡിൽ പോയാലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലായിടത്തും നോ കേൾക്കും, റിജക്ട് ചെയ്യും. പക്ഷെ അതിനെയൊക്കെ എപ്പം നമുക്ക് തരണം ചെയ്യാൻ പറ്റും അന്ന് നമ്മൾ സക്സസ് ആവും. ഇവിടെ അത് ചെയ്താൽ മതി. പറയുന്നവർ പറയട്ടെ, നമ്മൾ റിജക്ഷൻ വരട്ടെ. റിജക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിനൊരു ആവേശമായിട്ട് എടുത്തിട്ട് ഇത് എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഞാനത് നേടും എന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് പരിശ്രമിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും ഒരിക്കൽ പോലും ഇങ്ങനെ നേരത്തെ പറഞ്ഞ സംസാരിക്കുന്നു എടുക്കുന്നു വിചാരിച്ചില്ല. എനിക്ക് തുടക്കത്തിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ എന്റെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ തന്നെയാ, നമ്മളെ നോക്ക് നീ, നമ്മൾ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ ഞാൻ അവിടെയാണ്, എനിക്ക് ഇത്ര സാലറി ഉണ്ട്, നീ ഇപ്പോഴും വെയിലും കൊണ്ട് നടക്കാണോ എന്ന് എന്നോട് പലരും ചോദിക്കാം. ഫ്രണ്ട്സിന്റെ ഫാമിലി ചോദിക്കും, അല്ല മോളെ നീ അവളുടെ കൂടെ പഠിച്ചല്ലേ, എന്നിട്ട് നീ മാത്രം എന്താ ഇങ്ങനെ നടക്കുന്നത്, നീ സോപ്പും പേസ്റ്റും വിറ്റാണോ നടക്കുന്നതെന്ന് ചോദിക്കും. അപ്പം അതൊക്കെ ഞാൻ എന്റെ മനസ്സിലേക്ക് എടുത്തിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷെ ഇവിടെ നിന്ന് നിങ്ങളോടൊപ്പം ഞാൻ സംസാരിക്കത്തില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം തൊട്ട് ഞാൻ റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഫേസ് വാഷും സോപ്പും ഫെയർനെസ് ക്രീമും ഒക്കെ എന്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമൊന്നും പിന്നെ നമ്മളോടുള്ള ഒരു അടുപ്പത്തിന്റെ ഒക്കെ പേരിൽ ടീച്ചേഴ്സ് ഒക്കെ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഒന്നും മേടിച്ചില്ല. കാരണം അവർക്കും പോക്കറ്റ് മണി കാര്യങ്ങളൊന്നും ഇല്ല, വീട്ടിൽ നിന്ന് പൈസ കൊടുക്കണം. ആ സമയത്ത് ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ കേട്ടിട്ടുള്ള സമയമാണ്. കാരണം ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു ഇന്റർവെൽ സമയത്തൊക്കെ ക്ലാസ്സിന്റെ പുറത്തേക്കൊക്കെ ഇറങ്ങി അടുത്ത പിള്ളേർ കാണുമ്പോൾ ദാ എലമെന്റ്സ് വരുന്നുണ്ട്, ദേ സോപ്പും പേസ്റ്റും വരുന്നുണ്ട്, ഇപ്പൊ വരും ഡോക്ടർ, എന്തെങ്കിലും എന്ന് പറയുമ്പോൾ കാരണം നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്ന സമയത്ത് നമ്മൾ ആരുടെയെങ്കിലും ഒരു പ്രശ്നം പറയുമ്പോൾ നമ്മൾ അതിനെ ഇന്ന കാരണം കൊണ്ടാണ് വന്നത്, ഇന്നത് ഉപയോഗിച്ചാൽ മതി, മാറും, നമ്മൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകും. ആ സമയത്ത് ഇപ്പൊ തുടങ്ങും ഡോക്ടർ, ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഡോക്ടർ പറയാൻ പോണെന്ന് പറഞ്ഞ് അങ്ങനെ കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ കളിയാക്കലുകൾ കേട്ടിട്ടും ഞാൻ റീറ്റെയിൽ ചെയ്തതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പോക്കറ്റ് മണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നിപ്പം എന്നെ കേൾക്കുന്ന കുറെ ആളുകൾ ചെറുപ്പക്കാരുണ്ടാവാം, പ്രായമായിട്ടുള്ളവരുണ്ടായിരിക്കാം. ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഇന്ന് നമുക്കറിയാം സക്സസ് ആവണമെങ്കിൽ ഏറ്റവും നല്ലൊരു മേഖല എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ്. ഒരിക്കലും ഒരു ജോലിക്ക് പോയിട്ട് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ സക്സസ് ആവാം, അതായത് ഒരു സാധാരണ ജീവിതത്തിൽ നിങ്ങൾക്ക് സക്സസ് ആവാം.
പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഉണ്ടാവും അല്ലെ? നിങ്ങൾ ഒരു ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ്. ഇന്ന് ഞാൻ പറഞ്ഞു എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട്, പലരും ഇന്ന് എന്റെ ഒരു മാറ്റങ്ങൾ കണ്ടിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ന് നിങ്ങളെ ആരൊക്കെ പുച്ഛിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ആരൊക്കെ റിജക്ട് ചെയ്യുന്നുണ്ടോ, നാളെ അവരൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത്രയും സാധ്യതയാണ് ഇവിടെ. ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നമുക്കറിയാം അത്രയും നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഈ മേഖല വിട്ട് മറ്റേത് മേഖലയിൽ പോയാലും സക്സസ് ആവാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്? സാധിക്കില്ല. നേരത്തെ പറഞ്ഞ സാധിക്കും. ചെറിയൊരു ലൈഫാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ജോലിക്ക് പൊക്കോ, നിങ്ങൾ ദിവസക്കൂലിക്ക് ജോലി ചെയ്തോ. പക്ഷെ നിങ്ങൾ ലൈഫിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മൈ ലൈഫ് സ്റ്റൈൽ ചെയ്. റിജക്ഷൻ കേൾക്കട്ടെ. അതിനെയൊക്കെ റിജക്ട് ചെയ്യുന്നവരോടൊക്കെ യെസ് ആക്കി നിങ്ങൾ മനസ്സിലേക്ക് എടുക്ക്. നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് എന്റെ ഒരു ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു നമ്മൾ കുട്ടനാട്ടുകാരാണ്, ചുറ്റും വെള്ളത്തിൽ നടുക്ക് ജീവിച്ച വ്യക്തിയാണ്. അവിടെ ഒരു സൈക്കിള് പോലും എത്തില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. നമുക്കൊരു അക്കരെ ഇക്കരെ ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു പാലം ഇല്ല, തോണി തുഴഞ്ഞു പോകണം അല്ലെങ്കിൽ ബോട്ടിൽ പോകണം. അവിടെ ജീവിച്ച എന്റെ അമ്മ കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ ആണ് സന്ധ്യ മാഡം. സത്യത്തിൽ മാഡത്തിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാനും കൂടി ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്രയും നല്ലൊരു അവസരം എന്റെ കൈകളിലേക്ക് എത്തിച്ചു തന്നത് മാഡമാണ്. നമുക്കറിയാലേ, നമ്മുടെ പാരന്റ്സ് എന്ന് പറയുമ്പോൾ മക്കൾക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഒരിക്കലും അവരെന്താണോ ഒരു മേഖല ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നുണ്ട്, അവരൊരിക്കലും അവരുടെ മക്കളെ ആ മേഖലയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കില്ല. കാരണം അവർക്കറിയാം അവിടെ എത്രത്തോളം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും, എത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത്, അല്ലെ? പക്ഷെ ഇന്ന് നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ മൈ ലൈഫ് സ്റ്റൈല് ചെയ്യുന്ന ആളുകളുടെ ഫാമിലിയിലേക്ക് നിങ്ങൾ നോക്കി നോക്കൂ. ആ ഫാമിലിയിൽ ഒരാളും കൂടെ എന്തായാലും ബിസിനസ് ചെയ്യുന്നുണ്ടാവും, മക്കളിലേക്ക് ബിസിനസ് എത്തിച്ചു കൊടുക്കുന്നുണ്ടാവും. കാരണം അവർക്കറിയാം ഈ മേഖല എത്രത്തോളം സുരക്ഷിതമുള്ളതാണ് എന്ന് അവർക്കറിയാം, എത്രത്തോളം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണെന്ന് അവർക്കറിയാം. അതേപോലെ തന്നെ എന്റെ അമ്മയും ഈ അവസരം എന്റെ കൈകളിലേക്ക് എത്തിച്ചെന്ന് എന്നെ ഇന്ന് കൈപിടിച്ച് എന്റെ അമ്മയാണ് മുന്നോട്ട് നയിക്കുന്നത്. കാരണം എന്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്റെ അമ്മയാണ്. കാരണം പറയാൻ മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധാരണക്കാരി, കുട്ടനാട്ടിൽ ജീവിച്ച ഒരു സാധാരണക്കാരി, സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാത്ത ഒരു സാധാരണക്കാരി ഇന്ന് സ്വന്തമായിട്ട് ഒരു കാർ അച്ചീവ് ചെയ്ത, ആ കാർ കൊണ്ട് കേരളത്തിന്റെ അകത്തും പുറത്തും എല്ലാം തനിച്ച് ഡ്രൈവ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നെ എന്റെ ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. കാരണം അതുവരെ ഞാൻ കണ്ട ഒരു അമ്മയല്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കി രാവിലെ ജോലിക്ക് പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി ആ ഒരു ലൈഫ് സ്റ്റൈലിലേ പോയിക്കൊണ്ടിരുന്ന അമ്മ ഇനി അങ്ങോട്ട് മാറുകയാണ്. മാറുന്ന പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായ മാറ്റമല്ല അത്. ഇതേപോലെ ഫീൽഡിൽ പോയി പോയി എക്സ്പീരിയൻസ് ഉണ്ടാക്കി ടീമിനെ ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു മാറ്റം അത്. ആ മാറ്റാണ് എന്നെയൊക്കെ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് വന്നാൽ പോലും അതിന് എടുക്കാൻ പറ്റിയ ലൈഫ് സ്റ്റൈലിനെ ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ്. ഒരുപാട് ഏജ് ആയിട്ടുള്ളവരുണ്ടോ എന്ന് തന്നെ പറയുന്നത്. റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. ലീഡേഴ്സ്, മെയിൻ ആയിട്ടുള്ള കാര്യം ലീഡേഴ്സ് പറയുന്നത് കേൾക്കുക. കാരണം എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് ആണല്ലേ, അവർ എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുത്തിട്ട് ഒരുപാട് റിജക്ഷൻസ് നെഗറ്റീവ് ഒക്കെ കേട്ടിട്ടുണ്ടാക്കി എടുത്താണ് ആ എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് പറയുന്നത് കേൾക്കുക. ഇവിടെ പൊതുവേ ഉള്ളൊരു ധാരണ എന്താന്ന് വെച്ചാല് ലീഡേഴ്സിനെ പൈസ ഉണ്ടാക്കൂ എന്ന് പറയും. ഇത് ലീഡേഴ്സിന് പൈസ കിട്ടുന്ന പരിപാടിയാണെന്നാണ് മിക്ക ആൾക്കാരും പറയാ. ശരിയാണ്, ഇത് ലീഡേഴ്സിന് പൈസ കിട്ടുന്ന പരിപാടിയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലീഡറായ പിന്നെ നമുക്ക് പൈസ കിട്ടിയില്ലേ, നമ്മൾ എന്തിനു പിന്നെ പറയേണ്ട ആവശ്യം? നമ്മൾ ലീഡർ ആയിക്കോ, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. അപ്പം ഓരോ വ്യക്തികളും ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ 409 ആളുകളുണ്ട്, ഈ 409 ആളുകളും ലീഡേഴ്സായി പൈസ ഉണ്ടാക്ക്. അങ്ങനെ ലൈഫ് സ്റ്റൈലിനെ തന്നെ അങ്ങോട്ട് മാറ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത്രയും നല്ലൊരു അവസരമാണ് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും നിങ്ങൾ തീരുമാനം എടുക്കുക. തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കാനുണ്ടാവും, ഒരുപാട് വ്യക്തികളുണ്ടാവും അഭിപ്രായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറയാൻ. പക്ഷെ ഈ അഭിപ്രായങ്ങളെയൊക്കെ നമ്മൾ നമ്മുടെ തീരുമാനങ്ങളാക്കി മാറ്റിയാൽ നമ്മൾ സക്സസ് ആവൂല. അപ്പം നിങ്ങളാണ് കേൾക്കുന്നത്, നിങ്ങളുടെ തലച്ചോറാണ്, നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ തീരുമാനം എടുക്കുക. ഇന്ന് എനിക്കറിയാം ഈ രാവിലെ തന്നെ ഈ എന്താ പറയാ രാവിലത്തെ ആ ഒരു തണുപ്പും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ച് ഈ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഉറപ്പാണ്, ഞാൻ ഷുവർ കട്ടായിട്ട് പറയാം, നാളെ ഏറ്റവും നല്ല ലീഡേഴ്സ് ആവാൻ സാധ്യതയുള്ള വ്യക്തികളാണ് നിങ്ങൾ എല്ലാവരും.
കാരണം മറ്റെല്ലാം മാറ്റി വെച്ച് നിങ്ങൾ ഇവിടെ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഒരു സമയം ഇടാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇനി അതിനെ ബിൽഡ് ചെയ്തെടുക്കുക, എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, നല്ലൊരു ലീഡേഴ്സ് ആയിട്ട് മാറുക, വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്യുക. കാരണം നമ്മള് വെറും ബിസിനസ് മാത്രമല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് വ്യക്തികളുടെ ജീവിതം തന്നെ കൊടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. നമ്മൾ ഒരുപാട് വ്യക്തികൾക്ക് ആയുസ്സും ആരോഗ്യം നൽകുക ചെയ്യുന്നത്, വെറുതെ കുറച്ച് ഉൽപ്പന്നങ്ങൾ കൊടുക്കല്ല. നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. ഇന്ന് ഒരു തവണ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച രണ്ടാമത്തെ തവണ എന്തായാലും ചോദിച്ചു വരും. പിന്നെ വില കൂടുതലാന്ന് പറയുന്നുണ്ട്, ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സിന് വില ഉണ്ടാവില്ലേ? സമയം നമുക്ക് മാർക്കറ്റിൽ കിട്ടും, വില കുറഞ്ഞിട്ട് നമുക്ക് കിട്ടും, ഉപയോഗിക്കാൻ കിട്ടും. പക്ഷെ അതിനൊക്കെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും? അപ്പൊ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടാവും. നമ്മുടെ പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഓക്കെ, വെറുതെ കുറച്ച് പ്രൊഡക്റ്റ് കൊടുക്കല്ല. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഒക്കെ റിട്ടെയിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കി ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് കേൾക്കുക. കാരണം നമ്മളിവിടെ പുതുതാണ്, നമുക്ക് പുതിയൊരു മേഖലയാണ്, നമുക്ക് അറിയില്ല ഇതിനെക്കുറിച്ച് എന്താണ്. ഉപ്പയൊക്കെ ഈ ബിസിനസ് ചെയ്യുന്ന ഓക്കെ, അതിന് ഇൻസ്പയർഡ് ആയിട്ട് ഇന്ന് മാഡം ബിസിനസ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കൂ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇന്ന് ബിസിനസ്സിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ മാഡത്തിന് വലിയ ആശംസ ഉണ്ടായിട്ട് വലിയ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അപ്പം ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. മാം, ഫസ്റ്റ് പറഞ്ഞ അമ്മന്റെ റിസൾട്ട് ഒന്നുകൂടി പറയോ? അപ്പം റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഫസ്റ്റ് പറഞ്ഞത് അത് ഇത്രേ ഉള്ളൂ മാഡം. എന്റെ അമ്മയ്ക്ക് ശ്വാസമുട്ടലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ഇവിടെ സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് ധാരാളം പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ച് ശ്വാസമുട്ടൽ കൂടുക ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ആഴ്ചയിൽ 4 ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു. കുടുംബത്ത് പോകുന്ന പോലെ ഒരു ലാഘവത്തോടെ പോയിട്ട് വരിക. അപ്പൊ അത്രയും പ്രശ്നം നേരിട്ടൊരു വ്യക്തിയായിരുന്നു എന്റെ അമ്മ തുടക്കത്തില് ശ്വാസമുട്ടലിന്റെ പേരില്. അപ്പൊ നമ്മുടെ 95 എന്ന് പറയുന്നത് നമുക്കറിയാലേ, പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അത് നമ്മുടെ ഇന്നത്തെ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീജിത്ത് സർ ആണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അത് യൂസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ റിസൾട്ടാണ് ഇന്ന് എന്റെ അമ്മ എന്ന് പറയുന്നത്. കാരണം എത്രയോ മരുന്ന് കഴിച്ചിട്ടുണ്ട്, എത്രയോ രാത്രികളിൽ ഉറങ്ങാതെ അത്രയും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ ആള് ഇന്ന് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ, ശ്വാസമുട്ടലിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നില്ല. ഇന്ന് ഈ നിമിഷം വരെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ശ്വാസമുട്ടൽ നേരിടുന്നതിന്റെ പേരിൽ. കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയത് ആ ഒരു പ്രോഡക്റ്റ് ആണ് 95. കാരണം നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ എത്രയോ അസുഖങ്ങൾ നേരിടുന്ന വ്യക്തികളുണ്ടല്ലേ, 95 അല്ലാതെ വേറെ എന്താ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ? ആ സമയത്ത് ആവിശ്വാസം ഉണ്ടായിട്ടില്ല. അമ്മ കഴിച്ചത് 95 ആയിരുന്നു. ആ 95ന്റെ റിസൾട്ട് ആണ് ഇന്ന് എല്ലാവരും കാണുന്ന കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ സന്ധ്യ മാഡം എന്ന് ഞാൻ അത്രയും കോൺഫിഡൻസോട് കൂടി പറയും. അതാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ റിസൾട്ട്. അത്രയും ക്വാളിറ്റി ഉള്ള, അത്രയും നമുക്ക് ഒരാൾക്ക് വിശ്വസിച്ച് കൊടുക്കാം, നമുക്ക് ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റും നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി റിസൾട്ട് എന്ന് പറയുന്നത്. അത്രയും റിസൾട്ട് ഉള്ള പ്രോഡക്റ്റ് ആണ്. ഓക്കെ മാം, താങ്ക് യു. ഏതായാലും മാമിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും എത്താനും കുറെ ആഗ്രഹങ്ങൾ ഇനിയും നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരുപാട് നല്ല നല്ല പോയിന്റ്സ് ആണ് മാഡം ഇന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്ക് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്ന് 400 ചില്ലാണ് ആളുകൾ കേറിയിട്ടുണ്ട്. കുറെ ആളുകൾ റിയാക്ഷൻ ആയിട്ട് ഓരോരോ മെസ്സേജുകൾ ഇടുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മാമിന്റെ ഓരോ വാക്കുകളും അവർക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് തെളിയാൻ. അപ്പം മാം പറഞ്ഞു 1.5 വർഷം കൊണ്ടാണ് DTC എന്ന റാങ്കിൽ എത്തിയിട്ടുള്ളത്. അത് വലിയൊരു നേട്ടാണ്. കാരണം ഈ ഒരു ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ആദ്യം നേരിടുന്ന പ്രശ്നങ്ങൾ റീറ്റെയിലിംഗ് ആണെന്ന്, അല്ലെ? അപ്പൊ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, മാം എന്തൊക്കെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മാം പറഞ്ഞു. അപ്പൊ എങ്ങനെ അത് തരണം ചെയ്യണം, നോനെ എങ്ങനെ എസ് ആക്കണം എന്ന് മാം വളരെ നല്ലൊരു വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നെ. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ ബിസിനസ്സിൽ നോ ഉള്ളത് എസ് ആക്കി റീറ്റെയിലിംഗ് ഒരു പ്രയാസമാക്കാതെ ഒരു എളുപ്പമാക്കി എടുത്ത് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയുമെന്ന ഒരു തെളിവാണ് നമ്മുടെ അപർണ മാം. അപ്പൊ മാം പറഞ്ഞു കുട്ടനാട്ടിലെ ആളുകളൊന്നും ഇല്ലാതെ വെള്ളം മാത്രം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ടീം ഡെവലപ്പ് ചെയ്ത്, അത് വലിയൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വഴിയും
വാഹനങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നിട്ടും നമ്മൾ റീറ്റെയിലിങ്ങിനും ബിസിനസ് പറയാനും നമ്മൾ പരിചയപ്പെടുത്താനൊക്കെ എല്ലാവർക്കും മടിയാണ് അല്ലേ? അപ്പം നമ്മൾ അപ്പോ ഈ മാമിന്റെ ഈ വാക്കുകൾ ഭയങ്കര മോട്ടിവേഷൻ ആണ് എല്ലാവരും. അപ്പം നമുക്ക് റിവ്യൂവിലേക്ക് കടക്കാം. അധികം സമയമില്ല. അപ്പം ഹാൻഡ് റിവ്യൂ റൈസ് ചെയ്തിട്ടുണ്ട്. സമയം എല്ലാവരും കൺട്രോൾ ചെയ്യണം. റിവ്യൂ സമയം, കാരണം പലർക്കും പറയാനുണ്ടാവും. അപ്പൊ സംസാരിക്കുന്നവർ ഒരു കൺട്രോൾ ചെയ്ത് സംസാരിക്കുക. ആദ്യം തന്നെ അമീദ് ഉസ്താദിനെ വിളിച്ചു. ഓക്കെ, ഹമീദ് സാറെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. പ്ലീസ് വെൽക്കം ഹമീദ് സാർ. മൈക്ക് എടുക്കാം അമീദ് ഉസ്താദിന്. ഹമീദ് ഉസ്താദ് അല്ല, കരീം സാറാ, സോറി. മൈക്ക് എടുക്കാം കരീം സാർ. രണ്ടാളും ഒരുപോലെ ഇരുന്നു. ഓക്കെ. കരീം സാറെ മ്യൂട്ട് ആക്കി കളഞ്ഞ ഇടയ്ക്ക്, ഒരു മിനിറ്റ്. പ്ലീസ് വെൽക്കം കരീം സാർ. താങ്ക് യു. ഞാനും അന്തം വിട്ടുപോയി. ഞാനാണ് ഫസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തത്. പിന്നെ എന്താ അമീദ് ഉസ്താദിനെ വിളിക്കണമെന്ന് കരുതി. അമീദ് ഉസ്താദിനെ കാണാനും ഇല്ല. എന്തായാലും അൽഹംദുലില്ലാ സന്തോഷമായി. ഏതായാലും ആഷിക മാം സൂപ്പറായിട്ട് നമ്മുടെ MC കൈകാര്യം ചെയ്തു. പിന്നെ നമ്മുടെ ഗസ്റ്റ് അപർണ സൂപ്പറായി. ഞാൻ അപർണ വോയിസ് തുടങ്ങിയ സമയത്ത് വലിയ NTCയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ കരുതിയെന്ന്. ഏതായാലും സൂപ്പറായിട്ട് ആ വോയിസ് ഒക്കെ നല്ല ക്ലിയർ, അതായത് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നുണ്ട്. കയ്യിലുള്ളതിനെ വിട്ടിട്ട് പറക്കുന്നതിനെ പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയണ മാതിരി നമ്മൾ ഈ ഡയമണ്ട് നമ്മളെയൊക്കെ ഉണ്ടായിട്ട് ഈ വെള്ളി തെരഞ്ഞു പോകുക എന്നൊക്കെ ഉള്ള ഉദാഹരണങ്ങളും ഭയങ്കര എനർജി നമുക്ക് എല്ലാവർക്കും ഇന്ന് കിട്ടിയിട്ടുണ്ട്. 15 ശതമാനം ആളുകൾക്ക് ഇന്ന് നല്ല എനർജി കിട്ടിയിട്ടുണ്ട്. പിന്നെ കുട്ടനാട്ടിലാണെന്ന് പറഞ്ഞു, നമുക്ക് മൈ ലൈഫ് സ്റ്റൈലിലൂടെ ഹൗസ് ബോട്ട് പേടിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെന്താ നമുക്ക് പേടിക്കാനോ? ഏത് കുട്ടനാട്ടിൽ ഏത് വെള്ളത്തിന്റെ അടിയിലാണെങ്കിലും ഒരു പ്രശ്നമില്ല. അപ്പൊ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്തായാലും നല്ല എനർജി ഓരോ ആളുകൾക്കും ഇത് പാസ് ചെയ്തിട്ടുണ്ട്. അപർണ മാഡം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് നോ 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 കേട്ട് നോ നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, ആ ഒരു തീരുമാനം എടുത്തും കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് DTC എന്ന റാങ്കിൽ നിന്ന് ZTC ആയിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് STC ആവാനുള്ള തീരുമാനത്തിലായിരിക്കും. അത് നടക്കട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഉമർ സാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പറഞ്ഞുകൊണ്ട് നിർത്താൻ. അപ്പൊ എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ജയ് മൈ ലൈഫ്. ഓക്കെ, താങ്ക് യു സാർ. അടുത്തതായിട്ട് സലീം സാർ, പ്ലീസ് വെൽക്കം സലീം സാർ. മൈക്ക് എടുത്തോ? മൈക്ക് എടുക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തായാലും നല്ലൊരു പ്രഭാതം. ആഷിക മാഡത്തിന്റെ MC വളരെ ഗംഭീരം. അതിലുപരി അപർണ മാഡം നമുക്ക് ചെറിയ പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരികയും ചെറിയ സമയം കൊണ്ട് നമ്മുടെ കമ്പനിയുടെ DTC എന്നതിലേക്കും അഥവാ അടുത്ത ZTCയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കണം. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഒരുപാട് 2-3 വർഷം ഓരോ കോഴ്സ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു തൊഴിലില്ലാണ്ട് നടക്കുന്ന ഒരു അവസ്ഥയല്ലേ. ഇവിടെയാണ് നമുക്ക് 2 കൊല്ലം അല്ലെ 3 കൊല്ലം ഇതോടൊപ്പം ചേർന്ന് നിന്ന് പഠിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് പഠിപ്പിച്ചു തന്ന അപർണ മാഡത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇന്ന് ഈ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഇതിന്റെ സാധ്യത നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എല്ലാവരും അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഓരോ ദിവസവും നമുക്ക് ഓരോ വ്യത്യസ്തമായ ലീഡേഴ്സിനെ നമുക്കിവിടെ എത്തിച്ചേരുന്ന ഇതിന്റെ ചുക്കാൻ പിടിക്കുക നമ്മൾ സ്ഥാപനം. അതിലുപരി എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സമയം ചുരുക്കിക്കൊണ്ടാണ് ഉസ്താദ് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്താൻ, എല്ലാവർക്കും വലിയ ഉയരങ്ങൾ എത്താൻ കഴിയട്ടെ എന്ന് സർവേശ്വരോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സലീം സാർ. അടുത്തതായിട്ട് സദക്കത്തുള്ള സാർ, പ്ലീസ് വെൽക്കം. ഓക്കെ, താങ്ക് യു ആഷിക മാം. ആഷിക മാമിന്റെ വൈഫ് കൂടിയാണ്. ഏതായാലും ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഇതൊരു ഫാമിലി ബിസിനസ് ആണെന്നുള്ളതിനൊരു തെളിവ് ഉമർ സാറാണ് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അവിടെ MC ആയിട്ട് നമുക്ക് ആഷിക മാം ഉണ്ട്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. അപർണ മാമിനെ ഞങ്ങൾ കോഴിക്കോട് വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. കണ്ട അന്നും ആ MC ആയിരുന്നു കോഴിക്കോട്.
അന്ന് വിചാരിച്ചാണ് ഇത് നിർബന്ധമായിട്ടും ഈ ഒരു മാം നമ്മൾക്ക് സൂമിൽ അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ അത് ആ മാഡത്തിന്റെ ആ സമയത്തുള്ള എനർജിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടപ്പോൾ തന്നെ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ആവേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു മാം. ഏതായാലും മാമിന് വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ആൾക്ക്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായിട്ട് ലത്തീഫ് സാർ. പ്ലീസ് വെൽക്കം ലത്തീഫ് സാർ. മൈക്ക് എടുക്കാലോ, മൈക്ക് എടുക്കാം. അടിക്കി ഒന്നുകൂടിയും. ഇനി ഒന്ന് അടിക്കി. ഓക്കെ റെഡിയായോ? ഓക്കെ ഓക്കെ ഓക്കെ, ഓഡിയബിൾ ആണ്. ഗുഡ് മോർണിംഗ് ഓൾ. നമസ്കാരം എല്ലാവർക്കും. ഇന്ന് നമ്മുടെ മോർണിംഗ് മീറ്റ് MC വളരെ സൂപ്പറായിട്ട് ആഷിക മാം കൈകാര്യം ചെയ്യുന്നു, നന്നായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അപർണ മാം ഇന്നത്തെ ഗസ്റ്റ് വളരെ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അമ്മനെ നെഗറ്റീവാക്കി വന്നതാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് അമ്മനെ പിന്തുടർന്നുകൊണ്ട് ഈ രീതിയിൽ ബിസിനസ് ചെയ്തു നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടായിരിക്കുന്ന അപർണ മാം ഒരുപാട് നമ്മൾക്ക് മാതൃകയാണ്. ചെറുപ്പത്തിൽ തന്നെ ഈ ബിസിനസ് ഏറ്റെടുത്തു നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതായാലും നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈലേ, അസ്സലാമു അലൈക്കും. ഈ ആൻഡ്രി ചെയ്തവർ മാത്രം മതി, ഇനി ആരും ചെയ്യില്ല. താങ്ക് യു. അടുത്തതായിട്ട് അബ്ദുറഹ്മാൻ കാക്കു. പ്ലീസ് വെൽക്കം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു ചായപ്രിയനാണ്. നല്ല ചായ കുടിച്ചാൽ നല്ല ഇതാണ്. എന്നതുപോലെ ആ ചായക്കുള്ള കൂട്ടുകൾ MC ആഷിക മാഡം, പിന്നെ നമ്മളെ പറഞ്ഞ പാടം, ഇതിൻ്റെ എല്ലാം കൂട്ടിനായിരുന്നു നിർത്താർ. ഈ കൂട്ടുകളൊക്കെ ശരിയാകുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ചായ ക്വാളിറ്റിയിൽ കിട്ടാറുണ്ടായിരിക്ക്. ചായപ്പൊടി, പഞ്ചസാര, വെള്ളം, ചൂടൊക്കെ ഒരേ വരക്ക് ചൂടാകും. ഉണ്ട്. ഞാൻ കരുതി വല്ല ഫ്ലൈറ്റിലൊക്കെയാണ് ജോലി എന്നൊക്കെ കരുതിയിരുന്നു കണ്ടപ്പോൾ, എയർവേസൊക്കെ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവർക്കും അപ്പുറത്താണ്. അതല്ല, അത് എവിടേക്കും പറക്കാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് മാഡം ഉള്ളതെന്നും അമ്മ വഴിക്കത് വന്നതിന് ഞാൻ ഒരുപാട് അഭിനയിക്കുന്നത്. കാരണം അഭിനന്ദിക്കുന്നത്. കാരണം അമ്മ വഴിക്ക് നമുക്ക് കിട്ടുക പറഞ്ഞാൽ നമ്മളെ വേറെ ആളെ നമ്മളെന്തായാലും നമ്മളെ മക്കളെ ചതിക്കൂല. അമ്മ ആകട്ടെ അച്ഛനാകട്ടെ നമ്മളെ മക്കള് നമ്മളെ കുടുംബങ്ങള് നന്നാകണം ഇരിക്കണം എന്നതിൽ നിലക്ക് എന്തായാലും നമുക്കല്ലേ തീരുള്ളൂ. അപ്പൊ എനിക്ക് അമ്മനെ കിട്ടിയ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ. അത്രയും സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് നമുക്ക് എന്തല്ല അമ്മൻ്റെ ഒക്കെ. അപ്പൊ ഏറ്റവും നല്ല സംസാരമല്ല പ്രവർത്തനത്തിലും മാഡം എന്തായാലും ഒരുപാട് ഉയരത്തിലെത്തും. നമ്മൾ ഇപ്പോൾ ലീഡർക്ക് കാശ് കിട്ടുക എന്നുള്ളൊരു വാക്ക് പറഞ്ഞല്ലോ. നമ്മൾ ലീഡറെ കയ്യിൽ നമുക്ക് കിട്ടൂലേ? നല്ല പോയിന്റിലെ വാക്കാണ്. നമ്മൾ അതിനനുസരിച്ച് പിന്നെ മനസ്സിലാക്കിയാണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും വിജയിക്കാം. നമ്മളൊരു ഒരു നല്ലൊരു ചാരിറ്റി പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാളെ കൊടുക്കലല്ലോ, ബുദ്ധിമുട്ടാക്കലല്ലോ. അത്രയും എനർജിയുള്ള സംസാരം. എന്തായാലും എല്ലാവരും നല്ല ഉയരത്തിലെത്തട്ടെ എന്ന സന്തോഷത്തോടെ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. അടുത്തതായിട്ട് UK ഉസ്താൻ. പ്ലീസ് വെൽക്കം സർ. മൈക്ക് എടുക്കാലോ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായിട്ട് നന്ദി പറയുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഹെഡ് ലീഡറായിരിക്കുന്ന ഉസ്താദിനാണ്. എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം ഏറ്റെടുക്കാൻ കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ്, സാറിന്റെ മകന് സദഖത്തുള്ള സാറിന്റെ ടീമിൽപ്പെട്ട നോബൽ ടീമിൽപ്പെട്ട ആളാണെന്ന് അറിഞ്ഞു. അതിനു പുറമെ അറിഞ്ഞത് സാറിന്റെ വൈഫാണ്. ആ ചെറുപ്പകാലത്ത് തന്നെ ഇത്രയും വലിയതായിരിക്കും രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തു തന്ന മാഡത്തിനും, അത് നേതൃത്വം നൽകിയ ഉമർ സാറിനും, അതുപോലെ തന്നെ MC കൈകാര്യം ആഷിഖ് മാഡത്തിനും
സന്ധ്യ മാഡത്തിനും എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇനിയും പെരുത്തുകാലം നമുക്ക് നേതൃത്വം നൽകാൻ ദൈവം കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ജയ്മാരെ. താങ്ക് യു സർ. അടുത്തതായിട്ട് ഉമ്മയിലെ സലീം, പ്ലീസ് വെൽക്കം മാം. മൈക്ക് എടുക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്നത്തെ മോർണിംഗ് മീറ്റ് ധന്യമാക്കി തന്ന അപർണ മാഡത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ. ഇന്ന് ആഷിക മാഡം സൂപ്പറായിട്ട് MC ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപർണ മാഡം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ബിസിനസ്സിൽ വിജയിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ മാമിൻ്റെ അമ്മയുടെ ശ്വാസം മുട്ടിന് പഠിച്ചഴിച്ചതിൻ്റെ റിസൾട്ട്, അതെല്ലാം നമുക്ക് ഒരുപാട് വാല്യുബിളായ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ മാഡം ഈ ബിസിനസ്സിലേക്ക് വന്ന് ഈ ചെറുപ്രായത്തിൽ തന്നെ DTS എന്ന റാങ്കിലെത്താൻ കഴിഞ്ഞതും, മാഡം ഇന്ന് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറക്ക് ഒരു എന്താ പറയുക, ശരിക്കും ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമായിട്ട് തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഏതായാലും മാഡത്തിന് അടുത്ത റാങ്ക് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമുക്കിന്ന് ലീഡേഴ്സിനെ കൊണ്ടുപോയി തന്നെ ഉമർ ഉസ്താദിനും ഒരു ബിഗ് സല്യൂട്ട്. എല്ലാവർക്കും വലിയ വിജയങ്ങൾ എത്താൻ കഴിയട്ടെ എന്ന് ആത്മാ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. അടുത്തതായിട്ട് സലാഹുദ്ദീൻ സർ, പ്ലീസ് വെൽക്കം സലാഹുദ്ദീൻ സർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.